ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് 3 ടൈപ്പ് സമ്മർ ഡ്രിങ്ക്സ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ലെമണേഡ് ആണ്. ആദ്യം ഗ്രീൻ ലെമണേഡ് ഉണ്ടാക്കാൻ വേണ്ടത് ഇതിൻ്റെ സിറപ്പാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് തിളപ്പിക്കാൻ വെക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലെ പഞ്ചസാര ഉരുകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഉരുകിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ധാരാൻ വെക്കാം. ഇനി ഇതിലെ പട്ട എടുത്ത് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗ്രീൻ ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ഒരു എയർ ടൈറ്റ് ബോട്ടിലിൽ ഒഴിച്ച് 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് സോഡ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ടുള്ള ഗ്രീൻ ലെമണേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോൾഡ് കോഫിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വേണ്ടി ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോഫി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഒരു ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം.
ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോഫി ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് 2 കപ്പ് തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് 1 സ്കൂപ്പ് ഐസ്ക്രീമും കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ഡ്രിങ്ക് ഉണ്ടാക്കാം. അപ്പോൾ ആപ്പിൾ മിൽക്ക് സർബത്തിന് വേണ്ടി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുത്ത് അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്കസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്ത കസ്കസ് ആണ്. അപ്പോൾ ഇതാ വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ 3 ഡ്രിങ്ക്സാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.